മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കണേ നിതയ്ക്ക് വേണ്ടി ജീവിച്ചാൽ മതി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, മക്കൾക്ക് വേണ്ടിയും. അപ്പൊ അവരത് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത്രേ ഉള്ളൂ. അത് കേട്ടപ്പോ ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി ആ കാര്യത്തിലൊക്കെ നിതയ്ക്ക് ഒരുപാട് ഇതുകൾ ഉണ്ട് കേട്ടോ. നിത ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ, തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് ഓഫേഴ്സ് വന്നാ നിത പോവില്ല. പോവാത്തത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. നീ റോണിത്ത് പറഞ്ഞ പോലെ ആ കാര്യത്തിലൊക്കെ നിതയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഞാൻ പലപ്പോഴും ഇതോട് പറയും, അതൊരു അവസരമല്ലേ, നല്ല അവസരങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, എത്രയോ എണ്ണം വന്നിട്ടുണ്ടെന്ന് അറിയാമോ, നിത പോവില്ല. ഞാൻ പറയും നിത ഈ അവസരങ്ങൾ ചിലപ്പോ നാളെ പിന്നീട് വന്നോളണമെന്നില്ല. പക്ഷെ അപ്പൊ നിതയ്ക്ക് അത് ഞങ്ങളോടുള്ള കൺസേൺ ആണ്. ഈ പറഞ്ഞ പോലെ ഓരോ സാധനങ്ങള് നിത രാവിലെ മുതലുള്ളത്. ഇപ്പൊ 4 മണിക്ക് ഒരു ചായ ഉണ്ടെങ്കിൽ അതുവരെ നിത അറേഞ്ച് ചെയ്തിട്ടാ പോണേ, അല്ലെങ്കിൽ അതിന്റെ സ്നാക്ക്, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ ചിന്തിച്ച പോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിലേക്ക് ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ പോയി, ഇവിടുന്ന് പോയി, പിന്നെ അവിടെയാണെന്ന് നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ, കടയിലാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അതാണ്. പക്ഷെ നിത അങ്ങനെയല്ല. അപ്പൊ ഞങ്ങളതൊക്കെ അറിയുന്നുണ്ട് നിത, ഇതിങ്ങനെ പറയാൻ അറിഞ്ഞൂടാ. ഐ ആം സോറി.